ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ കൂടെ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരാളും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് പോകാം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യമൊക്കെ വഴിയെ പറഞ്ഞുതരാവേ. അപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാം. ഇതൊരു ഫാമിലി ട്രിപ്പല്ല, പക്ഷേ ഈ കാണുന്ന എല്ലാവരും എൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. എൻ്റെന്നല്ല, ഞങ്ങളുടെ എല്ലാവരെയും, ഞങ്ങളുടെ നാട്, അവിടെ നിന്ന് പോകുന്നൊരു ട്രിപ്പാണിത്. ഞങ്ങളുടെ ബസ് അങ്ങനെ വന്നിട്ടുണ്ടേ. നമ്മൾ സീറ്റിലൊക്കെ ഇരുന്ന് അങ്ങ് വന്നാ തിന്നരാവില്ല. എത്ര മണി മുതൽ ബസ് കാത്തിക്കുന്നുണ്ട്? ബസ് എത്ര മണിക്കാ വന്നേ? എന്താ നിധി ചേട്ടാ അത് പറ, അവര് മിസ്റ്ററോ ഇറക്കിട്ട് പറയുന്നത്. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ടില്ലേ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് ഗസ് ചെയ്യാം. ചെക്ക് എന്താ ഗസ് ചെയ്യുന്ന? ഞാൻ പുട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഗസ് ചെയ്യും. എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ വെള്ളയപ്പം. ഇതിലൊന്നാണ് ഇങ്ങനെ വൃത്തി എന്നുള്ള വൃത്തി ഉണ്ടല്ലോ. നമ്മളെ ഫുഡ് എന്താ? വെള്ളയപ്പം ആൻഡ് ഇപ്പൊ കഴിച്ചിട്ട് തരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങണം. നിങ്ങളിപ്പോൾ കേട്ടത് രമ്നേച്ചിയുടെ പാട്ടാണ്. ഇനി അടുത്തത് വിനുവേട്ടൻ്റെ നല്ലൊരു മെലഡി സോങ് ആയിരുന്നു. പുള്ളിക്കാരൻ നന്നായിട്ട് പാടുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്താൻ പോവാണ്. ഗോൾഡൻ ടെമ്പിൾ, കുശാൽ നഗർ കൂർഗിലുള്ള ഗോൾഡൻ ടെമ്പിളാണ് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ മൂന്നാളും ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങോട്ടേക്ക്? അല്ലേ, നമ്മൾ മൂന്നാളും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഏത് കടുവ? എങ്ങനെയുണ്ട്? വാവ് ആയിട്ടുണ്ട്. സൺ കിസ്സിങ് അമ്മേ. ഓൾവേസ് വർക്ക് അണ്ടർ സൺ. So sun kissing me. I love that kiss. അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ ഫുള്ള് ഞങ്ങൾ കണ്ടു. അവിടുന്ന് തിരിച്ചിറങ്ങാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വെയിറ്റ്. കുറച്ച് എന്തെങ്കിലും വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിക്കാൻ ഇറങ്ങി ഞങ്ങൾ എത്തുന്നത് ബിരിയാണിയിലേക്കായിരുന്നു. കാശ്മീരി ചിക്കൻ ബിരിയാണി, അതായിരുന്നു ലഞ്ച്. ഫുഡ് കഴിച്ച് രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. നമ്മൾ അങ്ങനെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എത്തി. നിസർഗധാമ, അതാണ് ഞങ്ങളുടെ സെക്കൻഡ് ലൊക്കേഷൻ.
ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിൽ. ഈ ഒരു എൻട്രൻസ് കയറി വരുമ്പോൾ ഇങ്ങനൊരു തൂക്കുപാലാണ്. ആ തൂക്കുപാലം കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഫുള്ള് മുളയുള്ളൊരു ഏരിയയിലാണ്. ഇത് കംപ്ലീറ്റ് മുളയാണ്. ഈ ഒരു സ്ഥലത്ത് മെയിനായിട്ടും ഇവിടുത്തെ കുറച്ച് ട്രഡീഷണൽ ആർട്ട് ഫോംസ് ആണ് ഇപ്പോൾ കാണാനുള്ളത്. ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ അവരുടെ കൾച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആർട്ട് ഫോംസ് ഇങ്ങനെ സ്റ്റാച്യൂസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഡീർ പാർക്ക് ഉണ്ട്. കൂടെ നടന്ന ചക്കി അങ്കുമൊക്കെ ഓരോ സ്ഥലത്ത് സൈഡായി. പിന്നെ ഞാൻ മുന്നോട്ടേക്ക് പോയി മാനിനെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു പുഴ കണ്ടത്. കുറേ പേർ അവിടെ ഇറങ്ങിയിട്ട് കുളിക്കുകയും വെള്ളത്തിലിറങ്ങി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിയിട്ട് മുന്നോട്ടേക്ക് നടന്നു. നല്ല ചൂടാണ്. നമ്മൾ 3rd ഡെസ്റ്റിനേഷനിൽ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കാപ്പി ഉണ്ടായി. വാ, ഇപ്പോൾ നല്ല ചൂട് കാപ്പി വാങ്ങിച്ചു. നാവ് കൊള്ളിട്ടൊരു പുതിയ നാവ് വെക്കേണ്ടി വരും. ഇവിടെ ഫുള്ള് ഗാർഡനും പിന്നെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ കാണുന്ന ചേട്ടൻ ആകാശത്തേക്ക് പറക്കുന്ന കാണാൻ വേണ്ടി നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അങ്കുനെ പറത്തിയാലോ? പറന്നു ഗായ്സ്, പറന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ പറത്തലില്ല. എങ്ങനെ പിന്നെ വെച്ചില്ല, തീർന്നു. എന്തൊക്കെ പറഞ്ഞത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നത് സൺസെറ്റ് കാണുമെന്ന് പറഞ്ഞിട്ടാണ്. നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് താഴോട്ടേക്ക്. വ്യൂ എന്താണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ വ്യൂ. സൺസെറ്റ് കാണുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല മഴക്കാറുള്ളതുകൊണ്ട് ആ പ്രതീക്ഷ അങ്ങ് പോയി. ഇത് രാത്രി ഒരു 7:30 മുതൽ ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട്. അത് കാണാൻ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റീലെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. ഈ റീൽസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാവേ. 9 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു ട്രിപ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത്. ഞാൻ ശരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിശ്ചയിച്ച കൂട്ടത്തിൽ ഒന്നെന്ന് പറയുന്നത് എൻ്റെ ഈ നാട് തന്നെയാണ്. അവിടെയുള്ള ഓരോരുത്തരെയും അങ്ങനെ വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയൊരു നിമിഷമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ടൂറ്? സൂപ്പറായിരുന്നു. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ ടൂർ പോയിട്ടുള്ളത്. ലാസ്റ്റ് വയനാടൊക്കെ പോകും. ലാസ്റ്റ് ഞാൻ +2 പഠിക്കുമ്പോൾ, നീ ഡിഗ്രിക്ക് ഞാൻ +1, ഇവൻ +2 പഠിക്കുമ്പോൾ ലാസ്റ്റ് വയനാട് പോയത്. നമ്മൾ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടിയത് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം നല്ല ടൂറായിരുന്നു. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ പറഞ്ഞോട്ടോ. ബൈ.